വടക്കൻ കേരളത്തിലെ അതിപുരാതന ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ചുണ്ടയിലെ ഈ മഹാക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ സീതാദേവിയും ലവകുശന്മാരുമാണ്. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ കാണുന്ന സീതാ ലവകുശ ക്ഷേത്രമാണ് രണ്ടാമത്തെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും പൂജാവിധികളും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ വള്ളിപ്പടർപ്പുകൾക്കിടയിലാണ് ഈ ക്ഷേത്രമുള്ളത്. നാലമ്പലത്തോടു കൂടിയ ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാന ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ലവകുശന്മാരും വടക്കോട്ട് ദർശനമായി സീതാദേവിയും പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെയും തായമ്പകയോട് കൂടിയ ഉത്സവവും കൂടാതെ തെയ്യക്കോലം കെട്ടിയാടുകയും ചെയ്യുന്നു. പ്രധാന ശ്രീകോവിലിനു മുന്നിലെ തിരുമുറ്റത്ത് തന്നെയാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത്. ഈ നാലമ്പലത്തിനു പുറത്തായി വടക്കുഭാഗത്തായി കുരിശി തർപ്പണത്തിന് പ്രത്യേക സ്ഥലമുണ്ട്. കൂടാതെ തെക്കുഭാഗത്തായി ലവകുശന്മാർ കളരി പരിശീലനം പരിശീലിച്ചുവെന്ന് കരുതുന്ന കളരിയും നമുക്ക് കാണാം. ഇതിനു പുറത്തായി ഒരു ശിലാലിഖിതം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 1000-ലധികം വർഷം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം മൂഷിക വംശ രാജാവായ നാഗസ്വാമിൻ ഉദയവർമ്മന്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് പുരാതന വട്ടെഴുത്തിലുള്ള ഇവിടുത്തെ ശിലാലിഖിതത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 71 വരികളിലുള്ള ഈ ശിലാലിഖിതം മൂഷിക വംശ രാജാവ് ക്ഷേത്രത്തിനു നൽകിയ ഭൂസത്തുകളുടെ വിനിയോഗത്തെക്കുറിച്ചുള്ള വിവരണമാണ്. കൂടാതെ ക്ഷേത്ര സ്ഥാപകനായ കുരുവയിൽ കാർണവർ ആയിരുന്ന ആരാധ്യനായ കുണ്ടൻ കണ്ണൻ എന്ന മഹാത്മാവിനെ കുറിച്ചും ഇതിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്.
ഈ ക്ഷേത്രത്തിൽ താഴേക്കാവ് എന്ന് വിളിക്കുന്ന പ്രത്യേകമൊരിടം കൂടിയുണ്ട്. വള്ളിപ്പടർപ്പുകൾക്കിടയിൽ അവിടെ നീലിയാർ ഭഗവതിയും അതിനടുത്തായി ഗുരുസ്ഥാനവും കൽപ്പിച്ചിരിക്കുന്നു. ഒരു കാവായി തന്നെ ഇന്നും നാട്ടുകാർ ഈ പച്ചപ്പിനെ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു എന്നതും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇവിടുത്തെ നീലിയാർ ഭഗവതിക്ക് കെട്ടിക്കോലമില്ല. നമ്പ്യാർ സമുദായത്തിന്റെ തറവാട് ക്ഷേത്രമായ ഇവിടെ എല്ലാ വർഷവും ധനുമാസത്തിലാണ് തെയ്യക്കോലം ആഘോഷപൂർവ്വം കെട്ടിയാടുന്നത്. ഇവിടുത്തെ പ്രധാന തെയ്യക്കോലവും ലവകുശന്മാരുടെയും അച്ഛൻ തെയ്യത്തിന്റെയുമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഈ മഹാക്ഷേത്രം. അത് പൂജകൾ കൊണ്ടും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുമൊക്കെ. ഇതുപോലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.